ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്, കുറച്ച് പുതിനയില, ഒരു 8-10 പുതിനയില മതിയാവും, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ അതേ അളവിൽ തന്നെ നമുക്ക് ഇഞ്ചി എടുക്കാം, പിന്നെ ഒരു 3 ചെറിയുള്ളി, പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെ എടുത്തിടണം, കാരണം അതിനൊരു പ്രത്യേക രുചിയാണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പം ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് അരയ്ക്കുമ്പം ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ തൂക്കമുള്ള ചിക്കനാണ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ്റെ എല്ലാ വശത്തും കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ മുഴുവൻ നന്നായിട്ട് മസാല തേച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും സവോളയും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 1-2 കതിർപ്പ് കറിവേപ്പില, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 കപ്പ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
സവോള ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനകത്തേക്ക് ആ മുട്ടയുടെ ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കാം. ചിക്കൻ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 1 മുട്ട ചേർത്താൽ മതിയാവും. മുട്ടയുടെ ഫില്ലിങ് ഞാനിവിടെ ചിക്കനകത്ത് മുഴുവൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഇതെല്ലാം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് അതൊന്ന് അടച്ചു കൊടുക്കാം. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂലും കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തുന്നി കൊടുത്താലും മതി. അതും അല്ലെങ്കിൽ ഈർക്കിലുണ്ടെങ്കിൽ അറ്റം ഒന്ന് കൂർപ്പിച്ചതിന് ശേഷം ഒന്ന് കുത്തി കൊടുത്താലും മതി. ഇനി നമുക്ക് ചിക്കൻ്റെ കാല് രണ്ടും ഒരു കട്ടിയുള്ള നൂല് വെച്ചൊന്ന് ചേർത്ത് കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. പാത്രത്തിൽ ബാക്കി കുറച്ചിരുന്ന മസാലയും കൂടെ ഞാൻ ഈ ചിക്കൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ചെറു തീയിലിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് വെന്ത് കരിഞ്ഞു പോവും, ഉള്ള വേഗത്തുമില്ല. അതുകൊണ്ട് എപ്പോഴും ചെറു തീയിലിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ചിക്കൻ ഒരു വശം ഒന്ന് പൊരിഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മൾ അടുത്ത വശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ വശവും മറിച്ചും തിരിച്ചു വിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഓരോ വശവും തിരിച്ചിടുമ്പോഴും നമുക്കിതൊന്നും തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. എങ്കിലത് ചിക്കൻ കുറച്ചുകൂടെ വേകാൻ വേണ്ടി സഹായിക്കും. അതേപോലെ ചിക്കൻ പൊരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലെ മസാല മുഴുവനും നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണം. ഒരു വശത്ത് ഒന്നും പച്ച മസാല ഒന്നും പച്ചയായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്ന രീതി വേണം നമ്മൾ എല്ലാ വശവും ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് പൊരിച്ചെടുക്കാൻ. അതേപോലെ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ പാനിലെ എണ്ണ വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നോക്കണം. വറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിക്കൻ്റെ അടിഭാഗം നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേനും ആ പാനിനോട് ചേർത്തിരിക്കുന്ന ഭാഗം കരിഞ്ഞു പോകും. അതേപോലെ പാനിൽ മൊത്തം എല്ലായിടത്തും എണ്ണ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.
ഇപ്പോൾ ചിക്കൻ ഇവിടെ എല്ലാ വശവും നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ചിക്കന് മുകളിൽ തേക്കാനുള്ള ഗ്രേവി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക്, പിന്നെ ഒരു കതിർപ്പ് കറിവേപ്പില, പിന്നെ 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴറ്റി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് ചെറുതീയിൽ വേണം അത് ചേർക്കാൻ. അതിനുശേഷം മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഒന്ന് അലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതേപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും പച്ചമുളകും എല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ചിക്കന് മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഒന്നുകൂടെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് ചേർന്ന് വരുന്നിടം വരെ ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ ഗ്രേവിയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല രുചിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയോടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നിറച്ചതാണിത്. ഒരു തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ് ഈ ചിക്കൻ നിറച്ചതിന്. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.